ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് തുറന്ന്, കർത്താവേ, എന്നോട് അങ്ങ് ഇടപെടണമേ. മനുഷ്യൻ്റെ സ്വരം കേട്ടതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ മാത്രമേ അകത്ത് നിന്ന് ദൈവിക സ്വഭാവം വെളിയിലേക്ക് ഇറങ്ങത്തുള്ളൂ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെളിയിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഒരു നിമിഷം ആത്മാർത്ഥതയോടെ ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, ഭൂമിയിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ഈ മണ്ണുകൊണ്ടുള്ള ഉടുപ്പിൻ്റെ ഉള്ളിൽ അങ്ങ് ഞങ്ങളെ ആക്കി വെച്ചു. ജീവിക്കുവാൻ ഒരു സമയവും വിവിധ കാലവും വിവിധ സ്ഥലവും അങ്ങ് നിയമിച്ചാക്കി. ഈ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും ഈ ദുബായ് പട്ടണത്തിൽ ഏതാനും നിമിഷങ്ങൾ അങ്ങയുടെ പാദപീഠങ്ങളിൽ അങ്ങയുടെ തിരുവചനം കേൾക്കുവാൻ ഇതാ കാതോർത്തായിരിക്കുന്നു. അങ്ങ് അടിയനിലൂടെ അങ്ങ് ഇടപെടണം. അങ്ങ് അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. സ്വർഗം ഇന്ന് ഭൂമിയെ സ്പർശിക്കണം. പിതാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ജീവിതത്തിൽ മാറാത്തൊരു അനുഭവമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. ഞാനല്ല, എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കണം. നിങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് ദൈവദാസന്മാരെയും ജനത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല മഹത്വവും ഞാൻ അങ്ങേക്ക് തരികയാ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ശ്രേഷ്ഠ കർദാസൻ പാസ്റ്റർ ജെക്സി മാത്യു കുടുംബം, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കർദാസന്മാർ, ദൈവത്തെ അത്യധികമായി സ്നേഹിക്കുന്ന വിശുദ്ധജനം, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, നാം എത്രയോ ഭാഗ്യവാന്മാരാ. ആമേൻ. നാം എത്രയോ ഭാഗ്യവാന്മാരാ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നെ ദൈവം അയക്കുന്ന പല മേഖലകളിലും കടന്നു ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ പേര് അവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യത്തെ ദിവസം പരിചയപ്പെടുത്തുന്നത് ഭൂമിയുടെ പേരിൽ, ഭൂമിയുമായി ബന്ധപ്പെട്ട ഞാൻ പറയാറുണ്ട്, എൻ്റെ പേര് ഷാജി വി ജോസഫ്. ഷാജി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും ജഡത്തിലുള്ള എൻ്റെ അപ്പനും അമ്മയും ഇട്ട പേരാ ഷാജി. ബി എന്ന് പറഞ്ഞാൽ വെമ്പനാട്ട് എൻ്റെ വീട്ടുപേരാ. ജോസഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഭൂമിയിലെ ജഡത്തിലുള്ള അപ്പൻ്റെ പേരാ ജോസഫ്. പക്ഷെ രണ്ടാമത്തെ ദിവസമാകുമ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കും. ഇനി എൻ്റെ യഥാർത്ഥ പേര് ഞാൻ പറയാം. ഷാജി വി ജോസഫ് എന്ന് പറഞ്ഞാൽ താൽക്കാലികന. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഷാജി അസ്തമിക്കും, വെമ്പനാട്ട് കുടുംബം അസ്തമിക്കും, ജോസഫ് ജന്മം നൽകിയ പിതാവും അസ്തമിക്കും. എന്നാൽ ഷാജി വീണ്ടും ജനിച്ചു മറ്റൊരു കുടുംബത്തിൽ. അവസാനിക്കാത്ത ഒരു കുടുംബത്തിൽ ഷാജി വീണ്ടും ജനിച്ചു. ആ ഷാജിയുടെ പേര്, ആ വ്യക്തിയുടെ പേര് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ് അവർക്ക് പേര് പരിചയപ്പെടുത്തി കൊടുക്കും. അവരോട് പറയുന്ന പേരിതാ, എൻ്റെ പേര് പേൾ കെ ജഹോവ. അപ്പൊ നിങ്ങളെപ്പോലെ തന്നെ അവരും ചിരിക്കും, അവരുടെ മുഖത്ത് ഒരു ചിരി വരും. കാരണം ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ആത്മീയനൊരു തമാശയാ. ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ ആത്മീയനൊരു തമാശയാ. ദൈവം ഭൂമിയിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും മാത്രമല്ല പേരിടാൻ അവകാശമുള്ളത്, സ്വർഗത്തിലെ ദൈവത്തിന് നമുക്ക് പേരിടാൻ അവകാശമുണ്ട്. സൈമൻ അടുത്ത് വരുമ്പോൾ അവന് പത്രോസ് എന്ന് പേരിടാൻ അവകാശമുണ്ട് എങ്കിൽ, യാക്കോബിന് ഇസ്രായേൽ എന്ന് പേരിടാൻ അവകാശമുണ്ട് എങ്കിൽ, കുഞ്ഞെ എനിക്കും നിങ്ങൾക്കും ദൈവം ഓരോ പേരിട്ടിട്ടുണ്ട്. കേട്ട് മനസ്സിലാക്കുവാൻ ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കി കാതോർക്കുക. നമ്മളെ ആരാക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടാ ദൈവം ആ പേരിടുന്നത്. അകം നോക്കിയാ പേരിടുന്നത്, പുറം നോക്കിയല്ല പേരിടുന്നത്, അകം നോക്കിയാ പേരിടുന്നേ. അതുപോലെ സ്വർഗത്തിൽ ദൈവം എനിക്കൊരു പേരിട്ട് തന്നു, പേൾ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, കെ എന്നാന്ന് നിങ്ങൾ ചോദിക്കും. എൻ്റെ വീട്ടിൽ, ഈ നാട്ടിലെ ഇവിടുത്തെ വീട്ടുപേര് വെമ്പനാട്ട് എന്നാണെങ്കിൽ എൻ്റെ യഥാർത്ഥ കുടുംബ പേര് കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യം, കെ. പിന്നെ എൻ്റെ ഇവിടുത്തെ അപ്പൻ്റെ പേര് ജോസഫ് എന്ന. എൻ്റെ ജോസഫും പോകും, അതോടൊപ്പം തന്നെ വെമ്പനാട്ടും പോകും. എന്നാൽ ഞാൻ ജനിച്ച കുടുംബം, എൻ്റെ പിതാവിൻ്റെ പേര് ജഹോവ, പേൾ കെ ജഹോവ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, പിശാച് വിറയ്ക്കുന്നത് കാണാം. നിങ്ങളത് പറയണമെങ്കിൽ അകത്ത് വിശ്വാസം വരണം. വിശ്വസിക്കുന്നതല്ലേ വാ കൊണ്ട് പറയത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഹൃദയം നിറഞ്ഞ് കവിയുന്ന അതരം സംസാരിക്കുവാൻ ഇടയാകും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിൽ വെറും മൺകൊണ്ട് ഉടുപ്പിൽ നാം നടക്കുന്നുവെങ്കിൽ നാം സ്വർഗീയരാ, ഭൂമിയിലെ സ്വർഗീയർ. ഹല്ലേലൂയ. ഒരു ഉപ്പെടുത്തിട്ട് ആ ഉപ്പിനെ ഡിസ്റ്റർബ് ചെയ്താൽ അകത്തുനിന്ന് എന്നാ വരുമെന്ന് അറിയാമോ?
ഉപ്പ് രസം വെളിയിലിറങ്ങുന്നത് പോലെ. ഹല്ലേലൂയ. നമ്മളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ, നമ്മൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അനക്കിയാലും ഇളക്കിയാലും എന്താ അകത്തെന്ന് പറഞ്ഞെന്നറിയാമോ? സ്വർഗീയത വെളിയിലേക്ക് ഇറങ്ങും, സ്വർഗീയത വെളിയിലേക്ക് ഇറങ്ങും. ഇതാ കർത്താവ് പറഞ്ഞ, നിങ്ങൾ ഈ ഭൂമിയുടെ സ്വർഗീയ, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പ. ആ സ്വർഗീയത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല. ചവിട്ടുവാനേ കൊള്ളത്തുള്ളൂ. ഈ മണ്ണിനെ എന്തിനാ കൊള്ളുന്നേ? ചവിട്ടാനല്ലേ കൊള്ളത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അകത്ത് സ്വർഗീയതയുണ്ട്, അകത്ത് സ്വർഗീയതയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ നാളുകൾ അതുകൊണ്ട് നമുക്ക് ആത്മീയരായി വെളിപ്പെടാം. പ്രിയ ദൈവമക്കളെ, ആത്മീയരായി നമുക്ക് വെളിപ്പെടാം. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് കർത്താവ് പ്രിയരെ നിങ്ങൾക്ക് തരുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന വചനം എന്ന് പറയുന്നത്, ആമേൻ, ദൈവത്തിന്റെ വചനം പറയാ, ബുദ്ധിഹീനരാകരുത്. ബുദ്ധിഹീനരാകരുത്. എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് ദൈവജനത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന വചനം, ബുദ്ധിഹീനരാകരുത്. ഹല്ലേലൂയ. ലോകത്തിലുള്ള സകല മനുഷ്യരും ബുദ്ധിഹീനരായി മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്റെ സഭയോട് പറയുന്നത് അതുപോലെ ബുദ്ധിഹീനരാകരുത്. ആകയാൽ നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കുവാൻ നോക്കൂ. ആ വാക്യം നമുക്ക് ആധാരമായിട്ടൊന്ന് വായിക്കാം മൈക്കിലൂടെ. എഫേസ്യ ലേഖനം 5:14. താഴേക്ക്. അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രയും നടപ്പാൻ നോക്കുവിൻ. അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രയും നടക്കുവാൻ നോക്കുവിൻ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, അജ്ഞാനിയായിട്ടല്ല ജ്ഞാനിയായിട്ട് നടക്കാൻ. ആമേൻ. ഒരു പക്ഷേ പറയും, അതൊക്കെ ലോക മക്കളോടല്ലേ? അല്ല സഹോദരങ്ങൾ, ലോക മക്കളോടല്ല, എഫേസ്യ സഭയിലെ വീണ്ടും ജനിച്ച ജനത്തോടായി പറയുന്നത്. ആമേൻ. എഫേസ്യ സഭയിലെ വീണ്ടും ജനിച്ച ജനത്തോടായി പറയുന്നത്, ബുദ്ധിഹീനരാകാതെ ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കുവിൻ. പിന്നെ എവിടെ കിടന്ന് ഉറങ്ങല്ലേ എന്നാ പറയണേ? അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ച്. എവിടെ കണ്ട് ഉറങ്ങരുത്? എഫേസ്യ സഭയിലെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട അഭിമാനത്തോടെ കർത്താവിനെ സ്തുതിച്ച് ചത്തവരുടെ ഇടയിൽ സെമത്തേരിയിൽ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനെ സെമത്തേരിയിൽ എഴുന്നേക്ക്. സെമത്തേരിയിൽ എഴുന്നേക്ക്. ചത്തവർ കിടക്കുന്ന സ്ഥലമാത്. കുഞ്ഞെ, നിനക്കോ എനിക്കോ ഉള്ളതല്ല അത്. ചത്തത്, ആത്മാവിൽ മരിച്ചത് കിടക്കുന്ന സ്ഥലത്ത് കുഞ്ഞെ ഞാനും നിങ്ങൾ എന്തിനാ പോയി കിടക്കുന്നേ? ആമേൻ. ഹല്ലേലൂയ. ചത്തതിന് ചത്ത പാർട്ടിന് പിന്നെ ഒന്നും വേണ്ട. ചത്തത് അന്വേഷിക്കുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നും പറഞ്ഞ ചത്തത് അന്വേഷിച്ച് നടക്കുകയാ. എന്നാ കുഞ്ഞെ, നിനക്ക് ജീവൻ കിട്ടി, നിനക്ക് ജീവൻ ലഭിക്കുവാനിടയായി. ഇനിയും മരിച്ചവരുടെ കിടന്ന് ഉറങ്ങിയല്ല നീ വേണ്ടത്. എഴുന്നേൽക്ക്. എഴുന്നേറ്റിടന്ന് എന്ത് ചെയ്യണം? അത് വേണം ഇത് വേണമെന്നും പറഞ്ഞ് ജാതികളെ പോലെ നടക്കുകയല്ല വേണ്ടത്. അവരൊരു പൂമാല ഇട്ടാൽ അവന് കിട്ടേണ്ടത് കിട്ടും. അല്ല, അവന്റെ വേറൊരു ദൈവത്തിന് ഇഷ്ടം എന്ന് പറയാമോ? എണ്ണയാ ഇഷ്ടം, പൂമാലയല്ല. എന്നാൽ അവരുടെ വേറെ ദൈവത്തിന് എണ്ണയും വേണ്ട പൂമാലയും വേണ്ട, രണ്ട് കതിനയാ ഇഷ്ടം. കതിന കൊടുത്ത് ഉദ്ദിഷ്ടകാര്യം സാധിക്കുമ്പോ പ്രിയ ദൈവത്തിന് അതേ ഒരു മാതൃകയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ വേണമോ അതല്ല സ്വർഗത്തിലെ ദൈവം പ്രപഞ്ചത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ഇതെല്ലാം ഒരുക്കി കഴിഞ്ഞു. ആമേൻ. പിന്നെ നമ്മൾ രണ്ട് സ്തുതി കൊടുത്ത് വാങ്ങിക്കാനിരിക്കുവാണ് ഇതൊക്കെ. അവര് പൂമാലയിട്ട് മേടിക്കുന്നു, എണ്ണയിട്ട് മേടിക്കുന്നു, കതിന പൊട്ടിച്ച് വാങ്ങിക്കുന്നു. നമ്മളോ രണ്ട് സ്തുതി കൊടുത്ത് വാങ്ങിക്കുന്നു. നോ, നമ്മുടെ ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മളുടെ കടമയാ. അതൊന്നും കിട്ടാൻ വേണ്ടി അല്ല. പകരം എന്താ, നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോ നമ്മുടെ അപ്പാ പിതാവ് എന്ന് വിളിച്ച് നമ്മുടെ ഹൃദയം പറിച്ച് ദൈവത്തിന് കൊടുക്കുക കഴിവുള്ള ദൈവമക്കൾ എത്ര പേര് ഇതുവരെ വന്നിട്ടുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാ, സെമത്തേരി കിടന്ന് ഉറങ്ങല്ലേ നീ. ഇനിയും സെമത്തേരി കിടന്ന് ഉറങ്ങല്ലേ. കാരണം പ്രിയ കുഞ്ഞുങ്ങളെ, ഏതാനും ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയാ. രണ്ട് ക്യൂവേ ഉള്ളൂ. ഒന്ന്, ഈ പ്ലാനറ്റ് എർത്തിലേക്ക്, ഭൂമിയിലേക്ക് കയറുവാൻ വേണ്ടി ഒരു ക്യൂ. കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേറൊരു ക്യൂ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ലോകത്തിന്റെ ഭാഷയെ പറയാ. ഞാനൊരു കസ്റ്റമർ അടുക്കൽ ചെന്നപ്പോ അദ്ദേഹം, പഴയ സ്റ്റാഫുകളൊന്നും അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, അവരൊക്കെ എവിടെ പോയി? അപ്പൊ അദ്ദേഹം, ആ പ്രായമായ വ്യക്തി പറയാ, അവരെല്ലാം പോയി, ഞാനും ക്യൂവില. ഈ സ്ഥാപനത്തിൽ നിന്ന് പോകാൻ ഞാനും ക്യൂവിൽ, എല്ലാവരും ക്യാൻസൽ ചെയ്ത് പോയെന്ന്. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ അകത്തൊന്ന് പ്രകാശിപ്പിച്ചു. എന്നാണെന്നറിയാമോ?
ആ സ്ഥാപനത്തിൽ ഇതുവരെ വന്നവരെല്ലാം വിട്ടു പോകുക. അദ്ദേഹവും ക്യൂവില, പോകാനുള്ള ക്യൂ. പെട്ടെന്ന് എൻ്റെ അകത്ത് ദൈവം പ്രകാശിപ്പിച്ച കാര്യം ഇതാ, ഇപ്പോൾ ഈ പ്ലാനറ്റിലേക്ക് ഇതുപോലെ തന്നെയാ, ഈ പ്ലാനറ്റ് ഭൂമിയിലേക്ക് ഇതേപോലെ തന്നെയാ. രണ്ട് ക്യൂവാ. ഒരു ക്യൂ ജനിക്കാനുള്ള ക്യൂ. ആ സ്ഥാപനത്തിലേക്ക് ഇതുവരെ നാളെ വരാനുള്ള വ്യക്തി ഇതുവരെ വന്നിട്ടില്ല, അടുത്ത ആഴ്ച കയറാനുള്ള വ്യക്തി ഇതുവരെ വന്നിട്ടില്ല, ക്യൂവില, കയറിയിട്ടില്ല സ്ഥാപനത്തിലേക്ക്. എന്നാൽ ആ സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കയറിയവരൊക്കെ അടുത്തൊരു ക്യൂവിൽ നിൽക്കുകയാ. ഏത് ക്യൂവിലാന്നറിയോ നിങ്ങൾക്ക്? ആ സ്ഥാപനത്തിൽ നിന്ന് പോകാനുള്ള ക്യൂ, ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ക്യൂ. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂവില, ആ സ്ഥാപനത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ക്യൂവില. മനസ്സിലായോ? ഇതേപോലെ തന്നെ 1900 എന്ന് പറഞ്ഞ വർഷത്തെ നമ്മളെല്ലാം ക്യൂവിലായിരുന്നു. ഈ ഭൂമി എന്ന പ്ലാനറ്റിലേക്ക് കയറാനുള്ള ക്യൂവിലായിരുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. നമുക്ക് ഈ ഭാരവും ചിന്തയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, ക്യൂവിലായിരുന്നു. എന്നാൽ ഈ ക്യൂ വിട്ട് നമ്മളുടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്ന ദിവസമില്ലേ, ആ ദിവസം ക്യൂ വിട്ട് ഭൂമി കയറിയ ഉടനെ ഇത് അടുത്ത ക്യൂ കയറി നിന്ന കാര്യം ആരും അറിഞ്ഞില്ലേ? കയറിയ ഉടനെ തന്നെ അടുത്ത ക്യൂവിൽ കയറിയ നിന്ന കാര്യം ആരും അറിഞ്ഞില്ലയോ? ബുദ്ധിഹീനരായി ഇപ്പോഴും ചത്തതിന്റെ കൂടെ കിടക്കുകയാ. കുഞ്ഞെ, നിനക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാം. നീ ചത്ത കൂട്ടത്തിലല്ല. നിനക്കൊരു ഇൻഷുറൻസ് കിട്ടി. ഈ യൂണിവേഴ്സിലെ ഒരുവനും തരാൻ കഴിയാത്ത ഇൻഷുറൻസ് അരിമനാഥനായ യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശ് രക്തം ചിന്തി തന്നു. ആ ഇൻഷുറൻസിന്റെ പേര് ചത്തവെല്ലാം തരാന്നല്ല. നീ ചത്താലും ചാകാത്ത എനുമാ, നീ ചത്താലും ജീവിക്കുന്ന എനുമാ. അതുകൊണ്ട് ഏതാനും ദിവസത്തെ മൺകൂടാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീ അന്വേഷിച്ച് നടക്കാതെ നിനക്ക് നിത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് പോകും മകനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകപ്രകാരം ഇവിടെ സമ്പാദിച്ച കൂട്ടുന്നവനാ ബുദ്ധിയുള്ളവൻ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ വചനം പറഞ്ഞു, നിനക്ക് യഥാർത്ഥത്തിൽ ബുദ്ധി വേണമെങ്കിൽ നീ ഒരു മണ്ടനാകാം. ആദ്യം നീ ഒരു മണ്ടനാകുക. അതെന്താ കർത്താവ് മണ്ടനാകുക? എല്ലാവരും പ്രാർത്ഥിച്ച് മേടിക്കാൻ നോക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ കേൾക്കാത്ത വചനമാണ്. കർത്താവിന്റെ വചനം പറയുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉണ്മാനും ഒടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് അങ്ങ് വിചാരിച്ചോളണം. ഓ, ഇങ്ങനൊരു വചനം ഉണ്ടോ ബൈബിളിൽ? ഉണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിറ്റിൽ മോർ ബെറ്റർ ഫോർ ദിസ് ബോഡി, ലിറ്റിൽ മോർ ബെറ്റർ ഫോർ ദിസ് ബോഡി എന്ന ലോകത്തിന്റെ തത്വത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനം ഒറ്റയ്ക്ക് എന്ന് വിളിച്ചു പറയുക, മകനെ ഉണ്മാനോ ഉടുപ്പാനോ ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പേൻ. എത്ര പേർക്ക് പറ്റും? അല്ല, ഇച്ചിരി കൂടി പറന്നങ്ങ് ഉയരണോ, 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 ഉയർന്നു. ദൈവം ഏത് അവസ്ഥയിൽ നമ്മൾ വെച്ചോ ആ അവസ്ഥയിൽ നിന്ന് ഒട്ടും മുകളിലും പോകരുത്, ഒട്ടും താഴേക്കും വരരുത്. ആമേൻ. Hallelujah, hallelujah. Glory, glory. പ്രിയരെ, എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? നിങ്ങൾ ബുദ്ധിഹീനരാകാതെ എന്ത് ചെയ്യണം? കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയേ. ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണ് നിങ്ങൾ തിരിച്ചറിയാൻ. ആരോട്? സഭയിൽ ആരാധിക്കുന്ന ജനത്തോട് പറയുക, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയേ. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? അത് തിരിച്ചറിഞ്ഞോ? അല്ലെങ്കിൽ ബുദ്ധിഹീനരാ. ശേല അർത്ഥം എന്നാന്നറിയോ? ഒരു നിമിഷം നിന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, ചിന്തിക്കാൻ. സങ്കീർത്തനത്തിൽ കാണാം ഈ വാക്യം. ഇത് പറയാനുള്ള സമയമില്ലല്ലോ. അമ്മേ, അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയാം, ആകയാൽ ബുദ്ധിഹീനരാകാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്നാന്ന് തിരിച്ചറിയുന്നേ. മരിച്ചവരുടെ ഇടയിൽ കിടക്കരുത്. അന്ന് വെച്ചാൽ ലോകമക്കളെ പോലെ ഹല്ലേലൂയ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ വന്ന് രണ്ട് കൈയും കൊട്ടി പോകാനല്ല പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പച്ചനും അമ്മച്ചിയെ എടുത്ത് വന്നിട്ട് അപ്പച്ചനും അമ്മയുടെ രണ്ട് സ്തുതി പറഞ്ഞിട്ട്, മമ്മി എത്ര മനോഹരം മമ്മി, അങ്ങനെയാണോ പുട്ട് തരുന്നേ? അല്ല, മമ്മി ഒരുക്കി വെച്ചിരിക്കുക, ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുക മമ്മി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുക. കർത്താവ് പറയും, നിങ്ങൾ എന്തിനാ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത്? ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ അപ്പനെ അറിയാ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം പിതാവിന്റെ രാജ്യവും അവിടുത്തെ ഇഷ്ടവും ആഗ്രഹങ്ങളും അന്വേഷിക്കേ. മനസ്സിലാവുന്നുണ്ട്? ഇത് തന്നെ ദൈവത്തിന്റെ വചനം പറഞ്ഞ, ബുദ്ധിഹീനരാകല്ലേ, ബുദ്ധിഹീനരാകല്ലേ. നീ ഇന്നൊരു ക്യൂവിലാ, മരിക്കാനുള്ള ക്യൂ നിൽക്കുകയാ. അതിനു മുമ്പ് ചിലത് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നീ കൂട്ടി വെച്ചത്, നീ സമ്പാദിച്ചത് ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീ ഒന്നുമില്ലാത്തവനായി, ഒരു തുണി നൂൽ ബന്ധമില്ലാത്തവനായി ഈ പ്ലാനറ്റിലേക്ക് ഇറങ്ങിയെങ്കിൽ തിരിച്ചു പോകുമ്പോ ഈ
ബുദ്ധിഹീനരായി. എഫെസ്യ സഭയാ ബുദ്ധിഹീന. ആമേൻ. ഇവിടുന്ന് കൊണ്ടുപോകാം. ഈ ലോകം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാ. ഈ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എല്ലാം കാണാം, എല്ലാം ആസ്വദിക്കാം. സമയം മുടക്കിയിട്ട് കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാം. പോക്കറ്റിൽ ഇവിടെയൊക്കെ നിറയ്ക്കാം, എല്ലാം ഇവിടെ നിന്ന് നിറയ്ക്കാം. മരണം എന്ന ചെക്ക് പോസ്റ്റിലേക്ക് എത്തുമ്പോ പറയും, മോനെ ഊരി വെക്കേ, എന്താ നീ നേടിയതല്ല. ബുദ്ധിഹീനരായോ? പമ്പര വിഡ്ഢികളായി തീർന്നോ? എന്നാൽ അരിമനാഥനെ യേശു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജ്ഞാനി, എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം പറഞ്ഞു തന്നു, മോനെ ഈ സൂപ്പർ മാർക്കറ്റിൽ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിനക്ക് എടുത്തുകൊണ്ട് പോകാം. അതിനെ ആർക്കും തടയാൻ പറ്റത്തില്ല. ഇത് മറഞ്ഞൊരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ലോകമാകുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഇടയിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിനക്ക് കൊണ്ടുപോകാം. ഏതാണോ അത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, സെമിത്തേരി തടയാത്ത ഒന്ന് മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വചനം മത്തായി 13:44 പറയുകയാ. എന്താണെന്നറിയാമോ? സെമിത്തേരി തടയാൻ പറ്റാത്തത് ഒന്ന്, സ്വർഗരാജ്യ വയലിൽ ഒളിച്ചു വെച്ച ആ നിധിയോട് സദൃശ്യ വയലിൽ. വയലെന്ന 38-ാം വാക്യം പറയുന്നു, വയൽ ലോകമാ. ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്, സ്വർഗരാജ്യ. അത് വയലിൽ ഒളിച്ചു വെച്ച ആരോ അതിന്റെ പുറകിലുണ്ട്. ഒളിച്ചു വെച്ച നിധിയാ. അതൊരു മനുഷ്യൻ കണ്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം കൂടി അങ്ങ് ഒളിച്ചിട്ടു. ഇപ്പൊ 2 പ്രാവശ്യം അങ്ങ് മറച്ചു കളഞ്ഞ സംഭവം. 2 പ്രാവശ്യം മറച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അത് പോയി തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അതങ്ങ് വാങ്ങി. ഹല്ലേലൂയ, ഗ്ലോറി. എല്ലാം വിറ്റ വയലിങ്ങ് വാങ്ങി. വയലിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? നീതിയുണ്ട്. ഇനി അടുത്ത വാക്യം നമ്മളെ കുറിച്ച് പറയുകയാ. ഒരു വ്യാപാരി. ആമേൻ, ഹല്ലേലൂയ. ഒരു വിലയേറിയ മുത്ത് കണ്ടാറെ. മുത്ത് വ്യാപാരിയാ. വിലയേറിയ മുത്ത് കണ്ടാറെ. തൻ്റെ ധാരാളം മുത്തുണ്ടേ. അതൊക്കെ ടെമ്പററിയാ. സെമിത്തേരിയുടെ അപ്പുറത്തേക്ക് പോകൂല. പക്ഷെ ഈ കണ്ട മുത്ത് സെമിത്തേരിയുടെ അപ്പുറം പോകും. തൻ്റെ സകല ടെമ്പററി മുത്തുകളും ട്രേഡ് ചെയ്തു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയെന്നറിയോ? ഇവിടത്തെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, പകരം ഒരിക്കലും അവസാനിക്കാത്ത ആ മുത്ത് കിട്ടാൻ. ആ ദൈവരാജ്യം അത് ദാനമല്ല, അത് വാങ്ങേണ്ടതാ. ഓ ഗ്ലോറി. അത് ദാനമല്ല, അത് വാങ്ങേണ്ട. തനിക്കുള്ളതെല്ലാം വിറ്റ് വാങ്ങേണ്ടതാ. അത് വിറ്റ് വാങ്ങേണ്ടതാ. വചനം വിറ്റ് വാങ്ങാന്ന് പറഞ്ഞാൽ വിറ്റ് വാങ്ങേണ്ടതാ. അത് ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ സൗജന്യം കേട്ട് വലിയൊരു ഗ്രൂപ്പ് ചതിക്കപ്പെട്ട് കിടക്കുക. പ്രിയരെ, രക്ഷ സൗജന്യമാണ്. അത് കർത്താവ് ഓൾറെഡി പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കാൽവരി ക്രൂശിലെ. പക്ഷെ ദൈവരാജ്യ സൗജന്യമല്ല, ദൈവരാജ്യം അവകാശമാക്കേണ്ടതാ. ഹല്ലേലൂയ. ഇന്ന് ആളുകൾ പറഞ്ഞു ഇതിനൊരു വിലയില്ലാതെ ആയിപ്പോയി. ശ്രദ്ധിച്ചേ, ഈ സൗജന്യം പറഞ്ഞു മുന്നോട്ടേക്ക് പോകുന്ന ഈ കാലയളവില് കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും ജീവന്റെ വില പറഞ്ഞു. ജീവന്റെ വില പറഞ്ഞത് സാധാരണ ഒരു ബിസിനസ്സുകാരനെ പോലെ ജീവന്റെ വില പറഞ്ഞേ. നമ്മളൊന്നിന് വിലയില്ല എന്ന് കേൾക്കുന്ന നാട്ടിൽ ജീവന്റെ വില പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചോദിക്കാനുള്ള യോഗ്യനായ വ്യക്തി കർത്താവ് യേശു മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു ചോദിച്ചു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു കൽവരി ക്രൂശിൽ ക്രൂശീകരിക്കാൻ പോകുന്നതിന് മുമ്പ് അതിനെ തടയുവാൻ പത്രോസ് ഒരു പ്രസംഗമായിട്ടൊക്കെ വന്നു. നിനക്കിങ്ങനെ സംഭവിക്കരുതേ എന്നുള്ള പ്രസംഗമായിട്ടൊക്കെ വന്നപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, യേശു ക്രിസ്തു പത്രോസിനെ ശാസിച്ചിട്ട് സാത്താനെ നീ വിട്ടുപോ എന്ന് സാത്താനെ ശാസിച്ചു. പത്രോസിനെ ഉപദേശിച്ചു. തുടർന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ് ജീവന്റെ വില. നമ്മൾ സൗജന്യമായിട്ടെന്ന് പറയുന്ന കാര്യത്തിൽ ജീവന്റെ വില കർത്താവ് യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്. കാരണം എനിക്കൊരു കാറുണ്ടെങ്കിൽ കാറിന്റെ വില പറയാൻ ഞാനല്ലേ യോഗ്യൻ. ഞാൻ പറയും എൻ്റെ കാറ് തന്നെങ്കിൽ ഇത്ര രൂപ തരണം. യേശുക്രിസ്തു നമ്മുടെ ജീവൻ കാൽവരി ക്രൂശിൽ വാങ്ങിയിട്ടുണ്ട്. ആ ജീവൻ തരുവാൻ യേശു തയ്യാറാ. പക്ഷെ യേശു അവിടെ ജീവന്റെ വില പറഞ്ഞ എന്നാന്നറിയാമോ? യേശുക്രിസ്തു അവിടെ വില പറയുന്നത്
ഒരിക്കൽ ഒരുപക്ഷെ നാം അനുഗ്രഹം പ്രാപിച്ചു, നമുക്കൊരു സാധാരണ ജോലിയാണ്, നമുക്കൊരു കൊച്ചു കട കിട്ടി. ആ കട കിട്ടി നമ്മൾ വീണ്ടും അനുഗ്രഹം പ്രാപിച്ചു, നമുക്കൊരു സൂപ്പർ മാർക്കറ്റായി. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് ആയതിനു ശേഷം തുടർന്ന് നാം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. നാം അതൊരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായി മാറി. അതിനുശേഷം ദുബായ് പട്ടണം മാത്രമല്ല, നമുക്ക് അജ്മാൻ, ഷാർജ, അബുദാബി, അതിനുശേഷം മസ്കറ്റിലേക്ക് അത് വ്യാപരിച്ചു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? അനുഗ്രഹിക്കപ്പെട്ടു, വീണ്ടും അനുഗ്രഹിക്കപ്പെടുകയാ. അതിനുശേഷം നമ്മുടെ ബിസിനസ് ശൃംഖല മുഴുവൻ, ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ വാങ്ങിച്ചു. ഒരു ദിവസം നമ്മൾ ദുബായ് ഷെയ്ഖിന്റെ അടുക്കൽ പോയി ചോദിച്ചു, മൊത്തം ദുബായ്ക്ക് എത്ര രൂപ തരണം, എത്ര ഡോളർ തരണം? അദ്ദേഹം പറഞ്ഞു, ഇത്ര ട്രില്യൺ തരണം. ഒറ്റ ചെക്ക് കൊണ്ട് ദുബായ് മുഴുവൻ വാങ്ങി. അതിനുശേഷം നമ്മൾ UAE മുഴുവൻ വാങ്ങി. പിന്നെയും നമ്മൾ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ പിന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവനും വാങ്ങുവാനിടയായി. അതിനുശേഷം ഏഷ്യ ഭൂഖണ്ഡം മുഴുവനായി വാങ്ങിച്ചു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആഫ്രിക്ക വാങ്ങി, അമേരിക്ക വാങ്ങി, ഓസ്ട്രേലിയ വാങ്ങി, അന്റാർട്ടിക്ക വാങ്ങി, അങ്ങനെ ലോകത്തിന്റെ എല്ലാ വൻകരകളും വാങ്ങി. എന്നിട്ട് കർത്താവ് ചോദിക്കുക, നിന്നോടാണ് എന്റെ ഇടപാട്, നീ ആയിരിക്കുന്ന ബിസിനസ്സുകാരനോട് എന്റെ ഇടപാട്. ഇങ്ങനെ നീ ലോകം മുഴുവൻ നേടിയില്ലേ? ഞാൻ നിന്റെ ജീവൻ കാൽവരിയിൽ നേടിയിട്ടുണ്ട്. ഞാൻ നിന്റെ ജീവനെ തരാം. അതിന്റെ മറുവലയായ കുഞ്ഞ് നീ എന്ത് പകരം തരും? ഫ്രീ ആന്ന് പോയി ചോദിക്കുന്ന കാര്യത്തിന് യേശു വില ചോദിക്കണോ? യേശു അങ്ങനെ പറയരുത്, അത് ഫ്രീ അല്ലേ. യേശു പറയാം, നീ എന്നാ വില തരും? നീ എന്നാ വില തരും? ഹല്ലേലൂയ. മിണ്ടണില്ല, നിങ്ങളെ പോലെ തന്നെ. പത്രോസും കൂട്ടരും മിണ്ടിയില്ല. ഉടനെ എൻ്റെ കാറിന് വില ചോദിച്ചിട്ട് മിണ്ടിയില്ലെങ്കിൽ അവസാനം ഞാൻ തന്നെ വില പറയണ പോലെ യേശു വില പറഞ്ഞു കൊടുത്തു. ഞാൻ പറയട്ടെ മോനെ, എന്നാ വില വേണ്ടേന്ന്? ഞാൻ ജീവൻ തരാം, എന്നാ വില വേണ്ടേന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. പഴയ നിയമത്തിലേക്ക് കർത്താവ് പോയി. ആകാശം മാറും, ഭൂമി മാറി, എൻ്റെ വചനത്തിനൊരു മാറ്റമില്ല. കർത്താവ് പറയുക, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ഞാൻ നിന്റെ ജീവൻ തരാം. നിന്റെ ജീവൻ എനിക്ക് തരുമോ? ഞാൻ ജീവൻ തരാം, നിന്റെ ജീവനെ എനിക്ക് തരുമോ? ഈഹലോകത്തിൽ നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നിനക്കൊരു ഭക്തനായിട്ട് കഴിയാം, ആരാധിച്ചു പോകാം, നിന്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുത്ത് നിന്റെ ജീവനെ നേടിപ്പോകാം. പക്ഷെ നീ അതിനെ കളയും. പക്ഷെ ഈ ലോക ജീവിതത്തിൽ നിന്റെ ജീവനെ നീ എനിക്കായി തന്നാൽ നീ അതിനെ നേടും. എന്റെ ജീവന്റെ വില സൗജന്യമാണോ? സൗജന്യമായിട്ട് ദൈവം തന്നില്ലെങ്കിൽ ആർക്കും പ്രാപിക്കാൻ പറ്റത്തില്ല. എടാ, കർത്താവ് ചോദിക്കുക, ജീവന്റെ വില ജീവൻ. നമ്മൾ പലരും ചിന്തിക്കുന്നത് കർത്താവ് നമ്മളെ വിളിച്ചത് വിസിറ്റ് ചെയ്യാനാണെന്നാണ്. പ്രിയരെ, വിസിറ്റ് ചെയ്യാനല്ല കർത്താവ് നമ്മളെ വിളിച്ചേ. ഈ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായോ? നമ്മുടെയൊക്കെ വീട്ടിൽ വിരുന്നാർ വരത്തില്ലേ? നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. വിരുന്നാർ വന്ന് എത്ര മണി നേരം ഇരിക്കും? 15 മിനിറ്റ്, അരമണിക്കൂർ ഇല്ലേ? എന്നിട്ട് വിരുന്നാർ അരമണിക്കൂർ കഴിഞ്ഞ് പോയില്ലെങ്കിൽ പോകാനുള്ളൊരു പരിപാടി എന്താ? അങ്ങോട്ട് നോക്കിയാൽ മതി, ആ ക്ലോക്കിലേക്ക്. അപ്പോൾ അവർക്ക് മനസ്സിലാകുമോ പോകാനുള്ള സമയം ആയി എന്ന്. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ പലരും ചിന്തിച്ചിരിക്കുന്നത് കർത്താവിനെ വിസിറ്റ് ചെയ്യുക, ആഴ്ചയിൽ 2 മണിക്കൂർ 10:30 മുതൽ അല്ലെങ്കിൽ 1:30 മുതൽ 3:30 വരെ കർത്താവിനെ വിസിറ്റ് ചെയ്യുക. ഇതിനല്ല കർത്താവ് വിളിച്ചേ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ വിസിറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. അങ്ങനെയാണോ? നമ്മൾ പല പുണ്യസ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്ന പോലെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയാണോ? അല്ല. ഈ കർത്താവിനെ അനുഗമിക്കുകയും മറ്റു ദേവന്മാരെ അനുഗമിക്കുകയും ഒക്കെ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഫോളോ ചെയ്യുക. എങ്ങനെ ഈ ഫോളോ ചെയ്യുന്നേ? നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടല്ലോ ട്രെയിൻ കണ്ടല്ലോ. ട്രെയിനിന്റെ എൻജിൻ പോകുമ്പോൾ ബോഗികളൊക്കെ എന്താ ചെയ്യണേ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിടിപ്പിക്കുകയല്ല. കുറച്ചു നേരം ഞാൻ ഓടട്ടെ, 1.5 മണിക്കൂർ ഓടട്ടെ, അങ്ങനെയല്ല. പകരം ആ എൻജിൻ എവിടെ പോയാലും ആര് കൂടെയുണ്ട്? ബോഗികളും കൂടെയുണ്ട്. ശരിയല്ലേ? നമ്മുടെ തല എവിടെ പോയാലും കയ്യും കാലും കൂടെ പോവല്ലേ? ഇതാ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? ഞാൻ ഓരോ സഭകളിൽ ചെല്ലുമ്പോൾ യുവാക്കന്മാർ പാടുപെട്ട് ചിലർ വന്ന് ചോദിക്കാറുണ്ട്, ബ്രദറെ എന്താണെന്നറിയോ, ഈ ദൈവദാസന്മാർ വന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ ഇവിടെ കിടന്ന് പാട്ട് പാടുക അങ്ങനെ ചെയ്യാതിരിക്കാൻ.
പക്ഷെ ഞങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചാലും ഞങ്ങളത് ചെയ്തു പോകും. ഇവർ ചെയ്യരുത് മാത്രമേ പറയുള്ളൂ, ഇതിനുള്ള വഴിയൊന്നും പറഞ്ഞു തരത്തില്ല. പാവം ജനം. സ്നേഹം, ഇവർക്ക് കർത്താവിനോട് സ്നേഹമുണ്ട്. ഉടനെ പത്രോസിന്റെ വീഴ്ചയും പൗലോസ് പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടും പൗലോസ് പറയുന്ന രംഗമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്ന പെട്ടെന്നുള്ള സ്ക്രിപ്ചർ ഓടി വരുന്നത്. പത്രോസിനെ പോലെ പല സമർപ്പിക്കുക. ഓരോ കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മൾ ഓടി വരും. എന്തിനാണെന്നറിയാമോ? നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. എല്ലാ കൺവെൻഷനും മുമ്പിൽ ആൾ വരും, മരിക്കാൻ തയ്യാറാ. പക്ഷെ പോണ വഴിക്ക് പത്രോസ് വീണതുപോലെ വീണും പോകും. യേശു ക്രിസ്തു ബലഹീന സിസ്റ്റമാണോ വെച്ചിരിക്കുന്നത്? അല്ല, അറിയേണ്ടത് അറിയാത്തത് കൊണ്ട് ജനത്തിന് ജയകരമായ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുക. പൗലോസ് 7-ാം അധ്യായത്തിൽ റോമ 7 പറയുക, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ലല്ലോ. പക്ഷെ അതിന്റെ അവസാനം എങ്ങനെ നിർത്തണമെന്ന് അറിയാമോ? താൻ ഇതാ വേറൊരു സിസ്റ്റം താൻ കാണുകയാ. വേറൊരു സിസ്റ്റം എന്താണ്? ക്രിസ്തു യേശു വഴി എനിക്ക് ജയം തരുന്ന ദൈവത്തിന്റെ ഒരു സിസ്റ്റം കണ്ട് നന്ദി പറഞ്ഞിട്ട് അധ്യായം അവസാനിപ്പിക്കണേ. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ കുഴങ്ങിപ്പോകുമ്പോ അതേ പൗലോസിന് കിട്ടിയ വെളിപ്പാടിൽ അദ്ദേഹം എഫേസ്യ ലേഖനം 3:20 പറയാ, നേരത്തെ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇതാ യേശുവിൽ ഒരു വേറൊരു സിസ്റ്റം വന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിലോ ഞാൻ ചോദിക്കുന്നതിലോ അത്യന്തപരമായി എന്നെ നയിക്കുക, എന്നെ നടത്തുക, എനിക്ക് ജയം തരുക. ഇതാ യേശുവിൽ വേറൊരു സിസ്റ്റം. പത്രോസ് വീണ സിസ്റ്റം അല്ല, പൗലോസിന് നന്മ ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം അല്ല, ജയം പ്രാപിക്കുന്ന വേറൊരു സിസ്റ്റം ക്രിസ്തുവിൽ. ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ മനുഷ്യനെ കാണണോ? 1 ജോൺ 3:9 വന്ന ഈ മനുഷ്യനെ കാണും. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാത് ആ മനുഷ്യൻ. ദൈവത്തിന്റെ വചനം പറയുക, ഒന്ന് വായിക്കാമോ? മൈക്കുണ്ടെങ്കിൽ ജനം ഒന്ന് കേട്ടോട്ടെ. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ചു കേട്ടോ, ഈ വചനം വല്ലപ്പോഴും ഒന്ന് കേൾക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല എന്ന് ദൈവവചനം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെയ്യുന്നില്ലെന്ന് തന്നെ അർത്ഥം. നമ്മുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ വിത്താണത്. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ. അടുത്തിരിക്കുന്നതിനോട് പറഞ്ഞ പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനുണ്ടെന്ന് പറ. അടുത്തിരിക്കുന്നതിനോട് പറ, പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനുണ്ട്. ഇത് ആരുടെ പ്രൊഡക്റ്റാണെന്നറിയാമോ? ഞങ്ങൾ പലപ്പോഴും ദേവദാസന്മാർ വിശ്വാസികളെ ഓർത്തിട്ട് പറയും, ഇത് എന്റെ പ്രൊഡക്റ്റ് ആട്ടോ, എന്റെ പ്രൊഡക്റ്റ്. അത് യേശുവിന്റെ പ്രൊഡക്റ്റായി കാണുന്നത്. പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ യേശുവിന്റെ പ്രൊഡക്റ്റാ. പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ. പൗലോസിൽ കണ്ട ആദ്യ മനുഷ്യനെ അല്ല. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചോട് നന്മ ചെയ്യാൻ പറ്റാതെ ഞാൻ വീണുപോകുന്ന മനുഷ്യനെ അല്ല പൗലോസ് കണ്ട രണ്ടാമത്തെ മനുഷ്യൻ. പത്രോസ് വീണുപോയ ആദ്യ മനുഷ്യനല്ല. ലേഖനങ്ങളിലൂടെ വീഴാതെ മുന്നോട്ടേക്ക് പോകുന്ന പത്രോസിലൂടെ വെളിപ്പെട്ട അടുത്ത മനുഷ്യൻ. ദൈവത്തിന് ജനിച്ചവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. പാപം ചെയ്യാൻ കഴിവില്ലെന്ന്. ഓ മൈ ഗോഡ്, കഴിവില്ല. വ്യക്തിക്ക് കഴിവില്ല. പിന്നെ എന്ത് ചെയ്യണം? പാപം ചെയ്യണമെങ്കിൽ ക്ലാസ് കൊടുക്കണം, പഠിപ്പിക്കണം. പാഠം 1, അസൂയപ്പെടുന്നത് എങ്ങനെ, കോപം ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇങ്ങനെ പഠിപ്പിച്ചാലേ പാപം ചെയ്യാൻ പറ്റൂ. ദൈവത്തിന് ജനിച്ചതിന്റെ പ്രത്യേകത അതാ. ഗ്ലോറി ടു ഗോഡ്. ആദോ ഹവ്വ എവിടെ നിന്ന് ജനിച്ചാന്നറിയോ? എവിടെന്നാ ജനിച്ചേ? ദൈവത്തിൽ നിന്നാ. എങ്ങനെ പാപം ചെയ്യിപ്പിച്ചേ? ക്ലാസ് കൊടുത്തിട്ടല്ലേ? ക്ലാസ് കൊടുത്ത് പാപം ചെയ്യണം എങ്ങനെയാന്ന് പഠിപ്പിച്ചിട്ടല്ലേ? പ്രിയരെ, ഇതേപോലെ ഒരെണ്ണ എന്റെയും നിങ്ങളുടെ അകത്തുണ്ട്. ദൈവത്തിന് ജനിച്ച മനുഷ്യൻ ഈ മൺകൂടാരത്തിന്റെ ഉള്ളിലുണ്ട്. അവന് പാപം ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ പുറത്തിറങ്ങണമെന്നും ഇത് സഭയ്ക്കും അറിഞ്ഞുകൂടാ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ പള്ളിക്കൂടത്തിൽ ചേർന്ന യേശുവിന് പുറത്തിറക്കും. പാപം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ വെളിയിലിറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഗ്ലോറി ടു ഗോഡ്. എൻ്റെ സമയം അവസാനിച്ചല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പയ്യെ ഉപസംഹരിക്കട്ടെ. ഈ പുസ്തകം എന്നാണെന്നറിയാമോ? ഇത് വലിയ കടുപ്പമുള്ള പുസ്തകമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചാൽ ഇറ്റ്സ് എ പ്രൊഡക്ഷൻ മാനുവൽ. ഇറ്റ്സ് എ പ്രൊഡക്ഷൻ മാനുവൽ. എല്ലാ ഫാക്ടറികൾക്കും, സോണിയുടെ TV ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഒരു പ്രൊഡക്ഷൻ മാനുവൽ ഉണ്ട്. ഇതുപോലെ പ്രൊഡക്ഷൻ മാനുവൽ. ഇതെന്നാ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയാമോ? ഇത് 3 പാർട്ട്നേഴ്സ്, എൻ്റെ ഒരു സ്നേഹിതന് 3 പാർട്ട്ണറുണ്ട്. അവരൊരു തീരുമാനമെടുത്തു. എന്നാണെന്നറിയാമോ? നമുക്ക് ഗ്ലാസ് വൂൾ ഉണ്ടാക്കണമെന്ന് തീരുമാനമെടുത്ത് ഒരു ഫാക്ടറി ഉണ്ടാക്കി 2 വർഷം കൊണ്ട്. ഇതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരും കൊണ്ട് ഒരു തീരുമാനമെടുത്തോ. കം ഓൺ, ലെറ്റ്സ് മേക്ക് മാൻ. നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാൻ വരിക. ആമേൻ. ഹല്ലേലൂയ. 3 പേരുടെ തീരുമാനമെടുത്ത് 6 ദിവസം കൊണ്ട് ഒരു ഫാക്ടറി ഉണ്ടാക്കി. 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഫാക്ടറിയുടെ പേരാ ഈ ഭൂമിയിലെ മനോഹര രൂപമാക്കി. അതിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവപുത്രന്മാരാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദൈവപുത്രന്മാർ, പാപം ചെയ്യാൻ കഴിയാത്ത, ഞാൻ ഇപ്പൊ കേട്ടില്ലേ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ പ്രൊഡക്ഷൻ റെഡിയാകുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം വാക്യത്തിൽ പ്രൊഡക്ഷൻ റെഡിയായി. ഹല്ലേലൂയ. ജയിക്കുന്നതിന് അവകാശമാക്കാം. അവന് ഞാൻ പിതാവും അവരെനിക്ക് മക്കളുമായിരിക്കും. പ്രൊഡക്ഷൻ റെഡി. എക്സ്പോർട്ട് ക്വാളിറ്റീസ് ഉള്ളതൊക്കെ ഇവിടുന്ന് വിട്ടുപോകും. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. വളരെ സിമ്പിളായി പുസ്തകം കേട്ടോ, വളരെ സിമ്പിളാണ്. ഒരു കെട്ടിയുമില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ പ്രിയ ദൈവത്തിനമേ, നമുക്ക് പലർക്കും അറിയാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ആകയാൽ ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എന്നതെന്ന് തിരിച്ചറിയുക. പല ഇഷ്ടങ്ങളുള്ളതിന്റെ ഇടയിൽ കൂടെ തിരിച്ചറിയണം. ഞാൻ തിരിച്ചറിയണോ? അതേ ബുദ്ധിമാനായ വിഡ്ഢി തിരിച്ചറിയണം. കാരണം ദൈവത്തിന്റെ വചനം പറയും, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ബോഷത്വമാ. കാരണം നമ്മൾ ഒന്നാമത് സമ്മതിക്കത്തില്ല നമ്മൾ കുറവുള്ളവരാണെന്ന്. ആദ്യം അത് സമ്മതിച്ചാൽ കാര്യം മനസ്സിലാകും. എന്തിനാ ഞാൻ എന്നെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കല്ലിനോടും മുള്ളിനോടും ചോദിച്ചാൽ പറഞ്ഞുതരും എന്തിനാ വെച്ചേക്കുന്നത്. സർവ്വ സൃഷ്ടികളും ഈ നീട്ടുന്നോടെ കാത്തിരിക്കുക. പ്രൊഡക്ഷൻ ഒന്ന് റെഡിയായി കിട്ടാൻ. എന്താ പ്രൊഡക്ഷൻ? ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. എവിടെന്ന്? എന്റെയും നിങ്ങളുടെ അകത്തുനിന്ന് വെളിപ്പെടണം. ദൈവപുത്രന്മാർ അകത്തുനിന്ന് വെളിപ്പെടണം. എങ്ങനെ വെളിപ്പെടും? ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരട്ടെ. ഗ്ലോറി ടു ഗോഡ്. പാപം ചെയ്യാൻ കഴിയാത്ത ആ ദൈവപുത്രൻ അകത്തുനിന്ന് വെളിപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. നമുക്കറിഞ്ഞുകൂടെങ്കിലും സൃഷ്ടികൾക്കറിയാം. അവർ കാത്തിരിക്കുക, ഇതിന്റെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാ. ദൈവം കാത്തിരിക്കുകയാ. ഇതിന്റെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ദൈവം കാത്തിരിക്കുകയാ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ഒരു കാര്യം തീരുമാനിക്കുക, എനിക്ക് എഴുന്നേൽക്കണം. ഏതാനും ദിവസത്തിനുള്ളിൽ എൻ്റെ 2ാമത്തെ ക്യൂ അവസാനിക്കുക. എൻ്റെ ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള മരണത്തിന്റെ ക്യൂ അവസാനിക്കുക. അതോടെ ഞാൻ ഇവിടുന്ന് പോവുകയും ഞാൻ ഇവിടെ എന്ത് നേടിയോ, ഞാൻ എന്തിനു വേണ്ടി സമയം ചെലവഴിച്ചോ, അതെല്ലാം വലിയ വട്ടപൂജ്യമാകാൻ പോവുകയാ. ഇതിനു മുമ്പ് ഇവിടെ മറഞ്ഞു കിടക്കുന്ന ആ സ്വർഗരാജ്യം കൊണ്ട് വേണം എനിക്ക് പോകാൻ. അതെനിക്ക് നേടാം. എൻ്റെ കർത്താവ് പറഞ്ഞു, അത് നീ നേടണം, അത് നീ വാങ്ങണം. ഗ്ലോറി ടു ഗോഡ്. എനിക്കറിയാം, ഇത്ര ചെറിയ സമയത്ത് ആത്മീയമായി ഇത്രയും വലിയ കാര്യമൊന്നും അല്ല, നിസ്സാര കാര്യമാണ്. എങ്കിലും ഇത് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുവാൻ ബുദ്ധിമുട്ട് വരും. ഹല്ലേലൂയ. ഇതിൻ്റെ ചില ബാലപാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പ്രസംഗിച്ചതും എന്നിലൂടെ എഴുതപ്പെട്ടതുമായ 1-2 പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ 3ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ഇന്ത്യയിലെ ബുക്ക് ഷോപ്പുകളിൽ നിങ്ങൾക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ട്രിനിറ്റി ചർച്ചിലെ ബുക്ക് ഷോപ്പിൽ നിങ്ങൾക്ക് അത് കിട്ടും. അത് വാങ്ങിച്ച ആത്മീയത്തിൻ്റെ ബാലപാഠങ്ങൾ. നിങ്ങൾ പഠിക്കാത്തവരെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആത്മാവിൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക. തുടർന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും, ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ദൈവപുത്രൻ നമ്മളിലൂടെ വെളിപ്പെടട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സൃഷ്ടികൾ കാത്തിരിക്കുന്നവനെ, പിതാവ് കാത്തിരിക്കുന്നവനെ എന്നിലൂടെ വെളിപ്പെടുത്തണമെന്ന്. ഒരുവൻ കർത്താവ് പറയാ, ഒരുവൻ ക്രിസ്തുവിലായാൽ ആ പുതിയ സൃഷ്ടിയായി. എന്നിട്ട് അവൻ എന്തിയേ? അവൻ വെളിപ്പെടാനാ ദൈവം കാത്തിരിക്കണേ. ആ പുതിയ സൃഷ്ടി വെളിപ്പെടാനാ കാത്തിരിക്കണേ. പഴയ സൃഷ്ടിയല്ല, പാപം ചെയ്യാൻ ശക്തിയുള്ള കഴിവുള്ള പഴയ ശക്തിയല്ല, പഴയ വ്യക്തിയല്ല. പകരം പാപം ചെയ്യാൻ കഴിവില്ലാത്ത പുതിയ സൃഷ്ടി അകത്തുനിന്ന് വെളിയിലിറങ്ങണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വെളിയിലിറങ്ങണമെന്ന്? ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഗ്ലോറി ടു ഗോഡ്. ഈ നിമിഷം ദൈവസന്നിധിയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗോഡ്. പ്രിയരെ, ദൈവം ഇതിനു വേണ്ടിയ സകല സംവിധാനവും കർത്താവ് ഓൾറെഡി സഭയിൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആഗ്രഹമാ, ഹല്ലേലൂയ, നമ്മുടെ അകത്തുനിന്ന് ദൈവപുത്രന്മാർ വെളിപ്പെടണമെന്നുള്ളത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവോട് പറ, കർത്താവേ, 1 ജോൺ 3:9 കണ്ട അത്ഭുത മനുഷ്യൻ. ദൈവം ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല,
പാപം ചെയ്യാൻ അവന് കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവന് കിടക്കുന്നു. ആ മനുഷ്യൻ എന്നിൽ നിന്ന് പ്രത്യക്ഷനാകണം കർത്താവേ, എൻ്റെ അകത്തുനിന്ന് പ്രത്യക്ഷനാകണം. ഹല്ലേലൂയ, എൻ്റെ അകത്തുനിന്ന് പ്രത്യക്ഷനാണ്. എന്നെ ഒന്ന് സഹായിക്കണമേ കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ, എന്നെ ഒന്ന് സഹായിക്കണം. അല്ല, പൗലോസ് പറഞ്ഞതുപോലെ പല തീരുമാനങ്ങളും ഞാൻ എടുക്കുന്നു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പത്രോസ് എടുത്തതുപോലെ ഞാൻ ചത്താലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ വീണുപോയതുപോലെ ഞാൻ വീണുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വീണുകൊണ്ടിരിക്കുക. ഇനി എനിക്കത് പറ്റത്തില്ല കർത്താവേ, ഇനി എനിക്കത് പറ്റത്തില്ല. എനിക്കെൻ്റെ അകത്തുനിന്ന് പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മരവിച്ചു പോയവരായിത്തീരരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇനിയും മരിച്ചവരുടെ കിടക്കയല്ല, മരിച്ചവരുടെ എഴുന്നേൽക്ക. എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തുവായി തീരത്തക്ക രീതിയിൽ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക. ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ അത് ക്രിസ്തുവാ. എനിക്ക് ക്രിസ്തുവാ. എനിക്ക് വേണ്ടി ജീവിക്കേണ്ട. ഞാനൊരു മണ്ടനെ പോലെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനം ഭോഷത്വമാ. അങ്ങനെ എനിക്ക് ഭോഷനായി ജീവിക്കണ്ട കർത്താവേ. ഈ വചനം പറയുന്നത്, ഇനിയും അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ജീവിപ്പിൻ. അങ്ങനെയുള്ളവർ തങ്ങളുടെ ഇടതുകരം നെഞ്ചോട് അടുപ്പിച്ചാട്ടെ, വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. പ്രാർത്ഥിക്കുന്നവർ